ഹലോ, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒന്നല്ല, കുറച്ച് ഇതിപ്പോൾ ഒരു 7-7:15 ഏട്ടൻ പോയി, ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഞാൻ എണീറ്റ് ഇന്ന് രാവിലെ പോകുമ്പോൾ ഏട്ടൻ തന്നെ മുട്ടയെല്ലാക്കി കഴിച്ചിട്ട് പോയി. ഞാൻ എണീറ്റിട്ടുണ്ടായിട്ടില്ല. പിന്നെ പിന്നെ ഞാൻ രാവിലെ എണീറ്റ് ബ്രഷെല്ലാം ചെയ്തു. പിന്നെ എനിക്കിന്ന് ചോറ് വെക്കണ്ട കേട്ടോ, കാരണം എനിക്ക് ഇന്നലത്തെ ചോറുണ്ട്. പിന്നെ രാവിലെ തന്നെ ഒരുപാട് അലക്കാനുണ്ടായിന്, അതെല്ലാം അലക്കിയിട്ടുണ്ടായി. ഇത് തലേന്നേ ഞാൻ അലക്കി വെച്ചതാണ് കേട്ടോ, രാവിലെ എടുത്ത് ആറിയിടാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ദിവസം മോളൊരു 3-4 ഡ്രസ്സ് മാറ്റും. ഒരു വാഷ് ബേസിനിൽ പോയി വെള്ളത്തിൽ കളിക്കും, വെള്ളം ഡ്രസ്സിലായി അപ്പോൾ അത് മാറ്റി കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഞാൻ വിരിച്ചിട്ടു. അപ്പോഴേക്ക് പുറത്ത് നോക്കുമ്പോഴേക്കും നല്ല മൂടം കിട്ടി. ഇന്ന് വെയിലൊന്നുമില്ല. രാവിലെ ആറിയിട്ടാൽ മാത്രമേ ചെയ്യാകുമ്പോഴേക്കും കുറച്ച് ഉണങ്ങി കിട്ടും, അതുകൊണ്ട് രാവിലെ ആറിയിട്ടിന്. പക്ഷേ ഇന്ന് വെയിലൊന്നുമില്ല. പിന്നെ ഞാൻ ഫ്രിഡ്ജ് നോക്കി, ഫ്രിഡ്ജിൽ അപ്പോഴേക്ക് ഇന്നലത്തെ ചോറുണ്ട്. അപ്പോൾ എനിക്കിന്ന് ചോറ് വെക്കേണ്ട. അപ്പോൾ എനിക്കിന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ദോശയ്ക്ക് പിന്നെ മോള് ഇന്നലെ പറയുന്നുണ്ടായിന്, അമ്മ എനിക്ക് സാമ്പാർ വേണമെന്ന്. അപ്പോഴേക്കും മോൾ എണീച്ചിട്ടുണ്ടായിന്. ഓക്ക് നെബുലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മരുന്നെല്ലാം അതിലാക്കിയിട്ട് ഓക്ക് നെബുലൈസേഷൻ വെച്ച് കൊടുത്തു. 4 പ്രാവശ്യം നെബുലൈസേഷൻ ചെയ്യണം. അപ്പോൾ രാവിലെ എണീറ്റാടെ ഒന്ന് ചെയ്യും. പിന്നെ ഞാൻ വീടെല്ലാം ഒന്ന് അടിച്ചു വാരി. പിന്നെ സാമ്പാർ വെക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് അങ്ങനെ ഫുള്ള് കഷ്ണമൊന്നുമില്ല, ആകെയില്ല കഷ്ണം കൊണ്ട് ഞാൻ തട്ടിക്കുട്ടി സാമ്പാർ വെച്ചു. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി. അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം അമ്മ എനിക്ക് നമ്മളെ നാട്ടിലെല്ലാം സാമ്പാർ വറുത്തരച്ചിട്ടാണ് വെക്കലിട്ട്, വറുത്തരവ് തരലുണ്ടായിന്. എൻ്റെത് ഇപ്പോൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ ഞാൻ പൊടിയിട്ടിട്ടാണ് സാമ്പാർ വെക്കൽ. അങ്ങനെ ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കി. പിന്നെ ഞാൻ സാമ്പാറിലേക്ക് ഒരുപാട് കായ എടുത്തിട്ടു കേട്ടോ. അങ്ങനെ കായെല്ലാം ചേർത്ത് സാമ്പാർ ഉണ്ടാക്കി. പിന്നെ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് തലേന്ന് ഞാൻ ഉണ്ടാക്കിയൊരു പരിപാടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ ചിരക ഇവിടെ ഫിറ്റാക്കാനാവില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ തേങ്ങ പൂളി എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ടാണ് കേട്ടോ തേങ്ങ ഇതാക്കൽ. പിന്നെ തലേന്നത്തെ ചോറുണ്ടായിന്, അത് തിളപ്പിച്ചു. പിന്നെ ഇത് ഇവിടെ കിട്ടുന്ന പപ്പടമാണ് കേട്ടോ, പല ഷേപ്പിലുള്ള പപ്പടവും കിട്ടും. പിന്നെ കളറിലെ പപ്പടം കിട്ടും, അത് വാങ്ങലില്ല. അങ്ങനെ മീനിൻ്റെ ഷേപ്പിലും വട്ടലിലുള്ള പപ്പടം വാങ്ങി. പിന്നെ ഞാൻ ക്യാരറ്റും ബീൻസും കൂടി ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിന്. ഇത് തലേന്നത്തെ പരിപ്പ് അറിയാമെന്ന് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കിച്ചണെല്ലാം വൃത്തിയാക്കി ചോറ് വാർത്ത് വെച്ചു. 2-3 ദിവസമായി തല കുളിക്കാതെ, അപ്പോൾ എണ്ണ തേച്ച് തല കുളിക്കാതെ വിചാരിച്ച് തല കുളിച്ചു. ഞാൻ തലയും മേലും ഒരുമിച്ച് കഴുകാറില്ല കേട്ടോ, ആദ്യം തല കുളിക്കും പിന്നെ മേല് കുളിക്കും. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും മോള് പുറത്തേക്കെല്ലാം നോക്കുന്നുണ്ടായിന്, ആരെല്ലാം വരുന്നത്, വണ്ടിയിൽ പോകുന്നതെന്നെല്ലാം. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിച്ചിട്ട് മോളെയും കൊണ്ടൊന്ന് കിടന്നുറങ്ങി. ഇന്നേട്ടന് ഉച്ചയ്ക്കും ആഫ്റ്റർനൂണും ഉണ്ടായിന് ഡ്യൂട്ടി. പിന്നെ ഞാൻ വിളക്കെല്ലാം എത്തിച്ചു സന്ധ്യക്ക്. അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.